വെട്ടാനൊരുങ്ങി മുസ്ലിം ലീഗ്. ഇക്കുറി 6 സിറ്റിംഗ് MLA-മാരെ ഒഴിവാക്കും. കാസർഗോഡ്, മലപ്പുറം, മഞ്ചേരി, തിരൂരങ്ങാടി MLA-മാർക്ക് സീറ്റ് ഉണ്ടാകില്ല. കൊണ്ടോട്ടി, തിരൂർ MLA-മാരുടെ കാര്യത്തിൽ തീരുമാനം പിന്നീടുണ്ടാകുമെന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നു. അതേസമയം MK മുനീറിന് ഇളവ് നൽകിയിട്ടുണ്ട്. മത്സരിക്കുന്ന കാര്യത്തിൽ മുനീറിന് സ്വയം തീരുമാനമെടുക്കാമെന്നാണ് ലീഗിന്റെ നിലപാട്. ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് പ്രസാദ് ഉറുമ്പശ്ശേരി ചേർന്നു. പ്രസാദ്, ഈ UDF ചർച്ച തുടങ്ങിയിട്ടുണ്ട്. മുന്നണിക്കുള്ളിൽ ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണം, എങ്ങനെ സീറ്റ് വിഭജനം വേണമെന്ന കാര്യത്തിൽ അടിത്തട്ടിൽ ചർച്ചകൾ തുടങ്ങിയതായി അറിയുന്നു. ലീഗ് പല ജില്ലകളിലും പല സീറ്റുകളും ലീഗിന് വേണമെന്നും വച്ചുമാറാമെന്നുള്ള അഭിപ്രായമൊക്കെ നേരത്തെയും പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ലീഗിനുള്ളിൽ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ് പ്രസാദ്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. മുസ്ലിം ലീഗിന് നിലവിൽ 15 MLA-മാരാണുള്ളത്. അവർ 25 സീറ്റുകളിലാണ് മത്സരിക്കുക. ഈ 15 MLA-മാരിൽ 6 പേരെ ഒഴിവാക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അതിൽ 4 പേരെ എന്തായാലും ഒഴിവാക്കാനുള്ള കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. ആ 4 പേർ എന്ന് പറയുന്നത് കാസർഗോഡ് MLA NA നെല്ലിക്കുന്നാണ്. അദ്ദേഹം 3 ടേം പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെ ഇനി KM ഷാജിയെ മത്സരിപ്പിക്കുന്ന കാര്യത്തിലാണ് ആലോചനകൾ നടക്കുന്നത്. മറ്റൊന്ന് P ഉബൈദുള്ളയാണ്. അദ്ദേഹം മലപ്പുറത്ത് നിന്നുള്ള MLA ആണ്. 3 ടേം പൂർത്തിയായിട്ടുണ്ട്. മലപ്പുറത്ത് ഒരുപക്ഷെ PK ഫിറോസിനെയോ PK കുഞ്ഞാലിക്കുട്ടിയോ പരിഗണിക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ തുടരുകയാണെങ്കിൽ PK ഫിറോസോ വരാനുള്ള സാധ്യത അവിടെ കാണുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. UA ലത്തീഫാണ് മറ്റൊരു MLA. അദ്ദേഹം മഞ്ചേരിയിലാണ്. 1 ടേം മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രായം ഒക്കെയുണ്ട്. അത് കണക്കിലെടുത്ത് അവിടെ യുവ നേതാക്കളെ മത്സരിപ്പിക്കണം എന്നൊരു ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. KPA മജീദാണ്. തിരൂരങ്ങാടിയിൽ നിന്നുള്ള KPA മജീദിനെയാണ്. അദ്ദേഹം നേരത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളാണ്. പല ഘട്ടങ്ങളിലായി 6 തവണ MLA ആയ ആളാണ് KPA മജീദ്. അതുകൊണ്ട് തന്നെ ഇത്തവണ സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഒരു തീരുമാനം. ഇവിടെ ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മത്സരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സുഹറ മമ്പാട്. ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും മത്സരിക്കുക എന്നുള്ളതാണ്. ഈ 4 പേരുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായതാണ്. ഇനി പാർട്ടി തീരുമാനമെടുക്കാനുള്ളത് 2 പേരുടെ കാര്യത്തിലാണ്. ഒന്ന് TV ഇബ്രാഹിം. അദ്ദേഹം കൊണ്ടോട്ടി MLA ആണ്. 2 ടൈം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മറ്റൊരാളെ മത്സരിപ്പിക്കണമെന്നൊരു ആവശ്യം പാർട്ടിക്കകത്ത് ഉയർന്നു കഴിഞ്ഞു. കുറുക്കോളി മൊയ്തീനാണ്. തിരൂരിലാണ് അദ്ദേഹം. തിരൂർ MLA ആണ്. 1 ടൈമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തെയും മാറ്റണമെന്ന ആവശ്യം പാർട്ടിക്കകത്ത് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് MK മുനീറിന്റെ കാര്യത്തിലാണ്. MK മുനീർ കൊടുവള്ളിയിൽ നിന്നാണ് ഇപ്പോൾ ജനപ്രതിനിധി ആയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പാർട്ടി സ്വയം ഒരു തീരുമാനം എടുക്കുന്നില്ല. അത് MK മുനീറിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ആ കാര്യത്തിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. MK മുനീർ എന്ത് പറഞ്ഞാലും അത് പാർട്ടി അംഗീകരിക്കും. അദ്ദേഹം മത്സരിക്കാതെ മാറി നിൽക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ തീരുമാനമെങ്കിൽ അത് അംഗീകരിക്കും. അതല്ല, മത്സരിക്കണം എന്നതാണ് മുനീറിന്റെ ആഗ്രഹമെങ്കിൽ കോഴിക്കോട് സൗത്തിലായിരിക്കും MK മുനീർ മത്സരിക്കുക. എന്തായാലും 6 പേരെ ഒഴിവാക്കുന്നതിന് എന്ന കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. മുനീറിന്റെ മാത്രമാണ് ഇതിനകത്ത് തീരുമാനമെടുക്കാനുള്ളത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ 4 പേർക്കായിരിക്കും പൂർണ്ണമായും MLA സ്ഥാനം ഒഴിയേണ്ടി വരിക. യെസ്, ഓക്കെ. പ്രസാദ് ഉറുമ്പശ്ശേരിയാണ് ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.